ഇറ്റ് ഇസ് എൻ ഓൾ ഇൻ വൺ സ്റ്റഡി പ്ലാൻ. അതായത് നിങ്ങൾ പ്രിപ്പറേഷൻസിന്റെ ഏത് സ്റ്റേജിലുള്ളവരായിക്കോട്ടെ, ബിഗിനർ ആയിക്കോട്ടെ, അതായത് നിങ്ങൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, അതായത് നിങ്ങൾ ഇതിന് മുമ്പ് കേരള PSCക്കോ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനോ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ 0 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇതിന് മുമ്പ് കേരള PSC എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, എന്നാൽ റാങ്ക് ലിസ്റ്റ് ഒന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു എക്സാം എന്ന് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ ഉണ്ട്. അതല്ല ഇനി റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അല്പം എക്സ്പെർട്ടൈസ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഇൻ വൺ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ 3 ഫേസസ് ഉൾപ്പെടുത്തണം. നമ്പർ 1 ലേണിംഗ് ഫേസ്, നമ്പർ 2 പ്രാക്ടീസ് ഫേസ്, നമ്പർ 3 റിവിഷൻ ഫേസ്. ഇത് 3ഉം സീക്വൻഷ്യലി അല്ല വരേണ്ടത്, പാരലായിട്ട് തന്നെ ഈ 3 ഫേസസും നമ്മുടെ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോഗ്രസീവ് ലേണിംഗ്. അതായത് നമ്മൾ ഇത്രയും സിലബസ് കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇത്ര 10 സബ്ജക്ട് പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ റാൻഡമായിട്ടല്ല പഠിച്ചു പോകേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഇത്രയും കേട്ടു, നമുക്ക് ഇത്രയും പഠിക്കാനുണ്ടെന്നൊക്കെ മനസ്സിലാക്കി, എന്നാൽ ഒരു സബ്ജക്ട് വെച്ച് റാൻഡമായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓൾവേസ് ഫോളോ എ പ്രോഗ്രസീവ് ലേണിംഗ് അപ്രോച്ച്. പ്രോഗ്രസീവ് ലേണിംഗ് വിത്ത് ഫൗണ്ടേഷൻ പ്രോഗ്രാം. അതെന്താണ്? അതായത് നമ്മളൊരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബ്ജക്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഫണ്ടമെന്റൽസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഒരു ഫേസ് 1 ആയിട്ട് ഒരു സബ്ജക്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് 1 സബ്ജക്ട്. അതിനുശേഷം അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽസ് തൊട്ട് സീക്വൻഷ്യലി പഠിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ പല ക്വസ്റ്റൻസിന്റെയും ഫണ്ടമെന്റൽസ് എവിടെയാണ്, അതിന്റെ ബേസിക്സ് എവിടെയാണ്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റൻ ഏത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും ഫണ്ടമെന്റൽസ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഒരിക്കൽ നിങ്ങൾ ഒരു സബ്ജക്ട് പഠിച്ച് നിങ്ങൾ ട്രാക്കിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിലധികം സബ്ജക്ട്സ് പാരൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പാരൽ പ്രിപ്പറേഷൻ വിത്ത് മിനിമം 2 സബ്ജക്ട്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ പഠിക്കാൻ പാടില്ലാത്തതും റിവൈസ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള സബ്ജക്റ്റാണ് നെറ്റ്വർക്ക് തിയറി. ആദ്യമേ തന്നെ പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുക. കേരള PSC എക്സാം എന്ന് പറയുന്നത് 1.5 മണിക്കൂറിന്റെ എക്സാം, 90 മിനിറ്റ്സ് ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും ഗേറ്റ് ലെവൽ ക്വസ്റ്റൻസ് സോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ അതിൽ ആ ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 1 മിനിറ്റിന് താഴെ കൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ വന്നേക്കാം. അതിനുവേണ്ടി ഈ 3 ലെവൽ പ്രിപ്പറേഷൻ നിങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റൻ അനാലിസിസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് മനസ്സിലാക്കി അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് ഉൾക്കൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ബിടെക് ഇലക്ട്രിക്കലുകാർക്കുള്ള ഒരു ഗോൾഡൻ കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. കേരള PSC നടത്തുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ഒരു കംപ്ലീറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് സ്റ്റഡി പ്ലാൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിയേണ്ടത് എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് ആണ്. എക്സാം എന്നത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ്, എത്ര സമയം കിട്ടും, എങ്ങനെയാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഐഡിയ കിട്ടാൻ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാനതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാക്ച്വൽ ഒരു അനാലിസിസ് നടത്തിയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പ്രകാരം 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ, അതായത് ഏപ്രിലിനുള്ളിൽ തന്നെ നമുക്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം കേരള PSC കണ്ടക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. 2026 ഏപ്രിലിനുള്ളിൽ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും റിവിഷൻ പ്ലാൻ ചെയ്യാനും പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനും. ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റഡി പ്ലാൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അതായത് നമ്മൾ എങ്ങനെയാണ് ഈ സിലബസ് കവർ ചെയ്യേണ്ടത്, നമ്മുടെ പ്രിപ്പറേഷൻ ലെവൽ എന്തായിരിക്കണം, അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക് വൈസും സബ് ടോപ്പിക് വൈസും എത്രത്തോളം ഡെപ്തിൽ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല ക്വസ്റ്റ്യൻസിൻ്റെ ലെവലും പാറ്റേണും അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവലും അത് എത്ര ടൈം കൺസ്യൂം ചെയ്യുന്നു, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒരു ഫൗണ്ടേഷൻ ലെവൽ തൊട്ടുള്ള പ്രിപ്പറേഷനാണ്. കാരണം കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാതെ നമുക്കൊരു ടെക്നിക്കൽ എക്സാം ക്വാളിഫൈ ചെയ്യാനോ ഉയർന്ന റാങ്കിൽ എത്താനോ സാധിക്കില്ല. അതിനുവേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇറ്റ്സ് എ പ്രോഗ്രസീവ് ലേണിംഗ് സ്ട്രാറ്റജി. ഈ പ്രോഗ്രസീവ് ലേണിംഗ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നുണ്ടാവും. റാൻഡമായിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാതെ ഒരു സീക്വൻസിൽ ബേസിക്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാനും അതാത് സബ്ജക്ട്സ് വേണം സെലക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കോർ സബ്ജക്ട്സിലേക്കും അഡ്വാൻസ് ലെവൽ സബ്ജക്ട്സിലേക്കൊക്കെ പോകാനായിട്ട്. അതെല്ലാം മനസ്സിലാക്കി നമ്മളൊരു സ്റ്റഡി റൂട്ടീൻ ഡിസൈൻ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം നമ്മുടെ റിവിഷൻ സമയത്തും എക്സാം സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ് നമ്മളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഷോർട്ട് നോട്ടുകൾ.
അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് ക്രിസ്പ് ആയിട്ടുള്ള ചാർട്ടുകൾ, ഷോർട്ട് നോട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിന് വേണ്ടി മാത്രമുള്ള ചെറിയ നോട്ട്ബുക്സുകൾ എങ്ങനെ നമുക്കത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മളെ ഈ സ്റ്റഡി പ്ലാനിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതെല്ലാം ഞാനിവിടെ സ്റ്റഡി പ്ലാനിലും കോഴ്സ് പ്ലാനിലും ആയിട്ടൊക്കെ പറയുന്നുണ്ടാവും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓൾ ഇൻ വൺ സ്റ്റഡി പ്ലാൻ. അതായത് നിങ്ങൾ പ്രിപ്പറേഷൻസിൻ്റെ ഏത് സ്റ്റേജിലുള്ളവരായിക്കോട്ടെ, ബിഗിനർ ആയിക്കോട്ടെ, അതായത് നിങ്ങൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, അതായത് നിങ്ങൾ ഇതിന് മുമ്പ് കേരള PSCക്കോ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനോ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ 0 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇതിനു മുമ്പ് കേരള PSC എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, എന്നാൽ റാങ്ക് ലിസ്റ്റ് ഒന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ, ഇന്റർമീഡിയറ്റ് ലെവൽ, അതായത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു എക്സാം എന്ന് നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ട്, അതല്ല ഇനി റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അല്പം എക്സ്പെർട്ടൈസ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഇൻ വൺ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി എന്തുകൊണ്ട് മുന്നോട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തുകൊണ്ട് ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വിശ്വസിച്ച് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഈ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത്. അടുത്ത 1 മിനിറ്റ് കൊണ്ട് ഞാനത് പറയാം. ആദ്യം തന്നെ എന്തുകൊണ്ട് ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് നമ്മുടെ കുട്ടികൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് ഏകദേശം 39ഓളം, അല്ലെങ്കിൽ ഇതേ കോംപ്രിഹെൻസീവ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് ഏകദേശം 39ഓളം ഫസ്റ്റ് റാങ്ക്സ് ആണ്. 195ഓളം പേരാണ് ടോപ്പ് 5 റാങ്ക്സിൽ വന്നിട്ടുള്ളത്. 357ഓളം പേര് ടോപ്പ് 10 റാങ്കിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം ആ കുട്ടികൾക്ക് സാധിച്ചത് അവരുടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷനും ഹാർഡ് വർക്കും ഒന്നുകൊണ്ട് മാത്രമാണ്. എന്ത് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു വ്യക്തത നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ മാറിക്കൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ ട്രെൻഡും പാറ്റേണും സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസും അനുസരിച്ച് നമുക്ക് എക്സാം എങ്ങനെ വന്നാലും ഭംഗിയായി എക്സാം എഴുതി ടോപ്പ് റാങ്കിലേക്ക് എത്തി ഒരു ജോലിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഒപ്പം ഈ സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഓൾറെഡി തന്നെ ഈ എക്സാംസ് മൾട്ടിപ്പിൾ ടൈംസ് ക്വാളിഫൈ ചെയ്ത നമ്മളുടെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ഒപ്പം വളരെ സീനിയർ ആയിട്ടുള്ള ടെക്നിക്കൽ ഫാക്കൽറ്റീസുമാണ്, റിട്ടയർഡ് പ്രൊഫസേഴ്സ് ഉൾപ്പെടെ അവരുടെ കൺസൾട്ടേഷനിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇറ്റ്സ് എ പ്രൂവൻ സ്റ്റഡി പ്ലാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ അതെങ്ങനെ നിങ്ങളൊരു സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി എങ്ങനെയാവണം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ 3 ഫേസസ് ഉൾപ്പെടുത്തണം. നമ്പർ 1 ലേണിംഗ് ഫേസ്, നമ്പർ 2 പ്രാക്ടീസ് ഫേസ്, നമ്പർ 3 റിവിഷൻ ഫേസ്. ഇത് 3ഉം സീക്വൻഷ്യലി അല്ല വരേണ്ടത്, പാരലായിട്ട് തന്നെ ഈ 3 ഫേസസും നമ്മുടെ പ്രിപ്പറേഷനിൽ ഉണ്ടായിരിക്കണം. എന്താണെന്നല്ലേ, അതായത് ലേണിംഗ് ഫേസിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റ് വൈസ്, സിലബസ് വൈസ് നമ്മൾ ഓരോ സബ്ജക്റ്റും സബ് ടോപ്പിക്കും പഠിക്കുക. സിലബസ് കവറേജ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓരോ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റും ഏറ്റവും ഭംഗിയായി ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കി ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. അതാണ് ഈ 2 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ ആ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റിംഗും ആയിരിക്കും, എളുപ്പമായിരിക്കും, റിവൈസ് ചെയ്യാൻ മിനിമം സമയം മതിയായിരിക്കും. ഇനി ഇതിൽ തന്നെ ഏറ്റവും ഹൈ വെയിറ്റേജ് ഏരിയാസ്, ഓരോ സബ്ജക്റ്റിലെയും ഹൈ വെയിറ്റേജ് ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുടെ ഷോർട്ട് നോട്ട്സ് നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതി സൂക്ഷിക്കുകയും വേണം. ഇതാണ് ലേണിംഗ് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പാരലായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഈ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാം. ലേണിംഗ് ഫേസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതായത് പല കോൺസെപ്റ്റ്സും നമ്മൾ പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻസിലൂടെയാണ്. അതാണ് CTQ ആൻഡ് RTQ എന്ന് എഴുതിയിരിക്കുന്നത്, കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസ് ആൻഡ് റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ്. അത് കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കോൺസെപ്റ്റ്സ് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഓപ്ഷൻസും ആയിരിക്കും. അത് തിരഞ്ഞു പിടിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ക്ലാസ്സിലും അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഉൾപ്പെടുത്തണം. പോയിന്റ് ക്ലിയർ ആണോ? അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? ഇത്രയും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനെയും ടൈപ്പ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമായും
അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ പലതരത്തിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ഈസി മെത്തേഡ്സും ഒക്കെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഉള്ള രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സാമിന് അല്ലെങ്കിൽ കേരള PSC എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് എന്താണ്, ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇനി ഇത് കഴിഞ്ഞോ? ഇല്ല. ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഫേസ് ആണ്, നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ മാത്രം പോരാ, പാരലായിട്ട് തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും സബ് ടോപ്പിക്കിൻ്റെയും റിവിഷനും കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. അതായത് ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി റിവിഷന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതനുസരിച്ച് തന്നെയാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ടെസ്റ്റ് എഴുതുന്നതിനായി നിങ്ങൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഡെയിലി ബേസിസിലും വീക്ക്ലി ബേസിസിലും മന്ത്ലി ബേസിസിലും നിങ്ങൾ നടത്തുക. അതിന് ഏറ്റവും നല്ലത് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ്. അതായത് ഡിഗ്രി ലെവലിലെ കേരള PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാംസ് എഴുതുക, സെൽഫ് ഇവാലുവേഷൻ നടത്തുക. ഇനി ഈ സെൽഫ് ഇവാലുവേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ എങ്ങനെയാണ്? നമ്മളൊരു എക്സാം എഴുതുമ്പോൾ നമുക്ക് സ്ഥിരമായി തെറ്റുന്നതോ നമുക്ക് ആൻസർ എഴുതാൻ പറ്റാത്തതായിട്ടുള്ള ഏരിയാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കി പഠിച്ച് അടുത്ത തവണ എക്സാം എഴുതുമ്പോൾ മാത്രമേ നമുക്ക് റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ്. റാങ്ക് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. നമ്മൾ കൺസിസ്റ്റൻ്റായി ഈ ഒരു ലേണിംഗ് നമ്മുടെ ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഈ 3 ഫേസസും കൂടി കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ റാങ്ക് ഇംപ്രൂവ്മെൻറ്റ് പോസിബിൾ ആയിരിക്കുള്ളൂ. പോയിന്റ് ക്ലിയർ ആണോ? ഈ റിവിഷനോടൊപ്പം തന്നെ നമ്മുടെ PYQസും അതുപോലെ തന്നെ ഈ ടെസ്റ്റ് സീരീസും ഒക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഒരുപാട് ഫെമിലറൈസ് ചെയ്യും. നമുക്കൊരു ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഈ അനാലിസിസിലൂടെ കൊണ്ടുവന്ന ഈസിയസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം സമയത്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. റാൻഡമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകരുത്. ഇനി ഈ പ്രിപ്പറേഷനിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെക്ക് പോയിന്റ്സ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞതാണ്. നമ്മൾ അഡ്വാൻസ് ലെവൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആ ലെവലിലേക്ക് ഉയർത്തണം. അതുപോലെ തന്നെ അതിൽ നിന്ന് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത ചില ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അതും നമ്മുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം സ്ഥിരമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്സാംസിന് റീസെൻറ്റ് ആയിട്ടുള്ള എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സബ്ജക്ട്സ് കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പരാമർശിച്ചതാണ്. അത് ഏതാണെന്നുള്ളത് മാറ്റിവെച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഇതെല്ലാം നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് എക്സാമിൻ്റെ അതേ ലെവലായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഒരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ PSCക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എക്സാമിൻ്റെയും ആണെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ലെവലാണെങ്കിലും ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ നടത്താനായിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഫിഗറുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ലോജിക്ക് ടൈപ്പ് ബേസ്ഡ് ഫോർമുല ബേസ്ഡ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെക്ക് പോയിന്റ്സ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ എപ്പോഴും തുടക്കം മുതൽ അവസാനം വരെയും ഈ ചെക്ക് പോയിന്റ്സ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി അടുത്ത ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? പ്രോഗ്രസീവ് ലേണിംഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോഗ്രസീവ് ലേണിംഗ്. അതായത് നമ്മൾ ഇത്രയും സിലബസ് കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇത്ര 10 സബ്ജക്റ്റ് പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ റാൻഡമായിട്ടല്ല പഠിച്ചു പോവേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഇത്രയും കേട്ടു, നമുക്ക് ഇത്രയും പഠിക്കാനുണ്ടെന്നൊക്കെ മനസ്സിലാക്കി, എന്നാൽ ഒരു സബ്ജക്റ്റ് വെച്ച് റാൻഡമായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓൾവേസ് ഫോളോ എ പ്രോഗ്രസീവ് ലേണിംഗ് അപ്രോച്ച്. പ്രോഗ്രസീവ് ലേണിംഗ് വിത്ത് ഫൗണ്ടേഷൻ പ്രോഗ്രാം. അതെന്താണ്? അതായത് നമ്മളൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻറ്റൽസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ 0 സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഒരു ഫേസ് 1 ആയിട്ട് ഒരു സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് 1 സബ്ജക്റ്റ്. അതിനുശേഷം ആ സബ്ജക്റ്റിൻ്റെ ഏറ്റവും ഫണ്ടമെൻറ്റൽസ് തൊട്ട് സീക്വൻഷ്യലി പഠിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസിൻ്റെയും ഫണ്ടമെൻറ്റൽസ് എവിടെയാണ്, അതിൻ്റെ ബേസിക്സ് എവിടെയാണ്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഏത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും ഫണ്ടമെൻറ്റൽസ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഒരിക്കൽ നിങ്ങൾ ഒരു സബ്ജക്റ്റ് പഠിച്ച് നിങ്ങളൊരു ട്രാക്കിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒന്നിലധികം സബ്ജക്ട്സ് പാരൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പാരൽ പ്രിപ്പറേഷൻ വിത്ത് മിനിമം 2 സബ്ജക്ട്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും നെറ്റ്വർക്ക് തിയറിയാണ്, അല്ലെങ്കിൽ സർക്യൂട്ട് അനാലിസിസ് ആണ്. എന്തുകൊണ്ടാണ്? ഇത് കണക്ക് പഠിക്കുന്ന പോലെ തന്നെയാണ്. എക്സാമിൻ്റെ തലേന്ന് നമുക്കിത് പഠിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ നെറ്റ്വർക്ക് തിയറിയിലുള്ള പല കോൺസെപ്റ്റ്സും മറ്റ് പല സബ്ജക്ട്സിൻ്റെയും ബേസിക്സ് ആണ്. അതുകൊണ്ട് നെറ്റ്വർക്ക് തിയറി ആദ്യമേ പഠിച്ചു വയ്ക്കുക, കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ റിവിഷന് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ അതിൽ എക്സ്പേർട്ടായി ഇരിക്കുക. അതിന് വേണ്ടി മാക്സിമം ക്വസ്റ്റ്യൻസും റിവിഷൻ സീരീസും ടെസ്റ്റുകളും അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് ഈ നെറ്റ്വർക്ക് തിയറി നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ആക്കുക. കാരണം ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. മാത്രമല്ല ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ പഠിക്കാൻ പാടില്ലാത്തതും റിവൈസ് ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള സബ്ജക്റ്റാണ് നെറ്റ്വർക്ക് തിയറി. ആദ്യമേ തന്നെ പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തങ്ങ് വയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്ന, അല്ലെങ്കിൽ വെയിറ്റേജ് കൂടിയ, അല്ലെങ്കിൽ നല്ല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സബ്ജക്റ്റും കൂടി പാരലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് നെറ്റ്വർക്ക് തിയറി സ്റ്റാർട്ട് ചെയ്തൊരു ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റും സ്റ്റാർട്ട് ചെയ്യുക. എഗെയിൻ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ വൈസ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളും നമ്മളുടെ കോഴ്സിൽ വ്യക്തമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ തരുന്നുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലോ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഓരോ സബ്ജക്റ്റും സീക്വൻഷ്യലി പഠിച്ചു പോകാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പോയിന്റ് ക്ലിയർ ആണോ? അങ്ങനെ നിങ്ങൾ ഈ ഫൗണ്ടേഷനും അതോടൊപ്പം തന്നെ കോർ സബ്ജക്ട്സും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഇൻറ്റൻസീവ് ആക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 സബ്ജക്റ്റ് അല്ല, 2-ലധികം സബ്ജക്ട്സ് പാരലായി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പാരൽ റിവിഷൻ നടത്തുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ടെസ്റ്റ് സീരീസ് റെഗുലർലി എഴുതുക. അതിനുവേണ്ടി നമ്മുടെ വീക്ക്ലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും ഉള്ള റിവിഷൻ പാക്കേജും അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ഒരു ഷെഡ്യൂളും നിങ്ങൾ 100% ഡിലിജൻ്റ്ലി ഫോളോ ചെയ്യുക. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമ്മളൊന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മളൊരു മാസ്റ്റർ പ്ലാൻ എങ്ങനെയായിരിക്കണം? ഇതായിരിക്കണം നമ്മുടെ മാസ്റ്റർ പ്ലാൻ. കണ്ടോ, കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ സിലബസ് എന്തായാലും കവർ ചെയ്യണം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് പഠിച്ചിട്ട് മാത്രം അഡ്വാൻസ് ലെവലിലേക്ക് പോവുക. ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഒരു 3 ലെവൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. 3 ലെവൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാംസിൻ്റെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ്, ഇവിടെ ഞാൻ ഗേറ്റ്, എഞ്ചിനീയറിംഗ് സർവീസ്, RRB, SSC, കേരള PSC ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഗേറ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്യണമെന്നോ എഞ്ചിനീയറിംഗ് സർവീസ് ലെവലിൽ പ്രിപ്പയർ ചെയ്യണമെന്നോ അല്ല. ഇതിൽ തന്നെ ഉള്ള കോൺസെപ്റ്റ് ബിൽഡിംഗ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമ്മളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തി അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള, കാരണം നമുക്ക് കേരള PSC എക്സാം എന്ന് പറയുന്നത് 1.5 മണിക്കൂറിൻ്റെ എക്സാമാണ്, 90 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ അതിൽ ആ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 1 മിനിറ്റിന് താഴെ കൊണ്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ വന്നേക്കാം. അതിനുവേണ്ടി ഈ 3 ലെവൽ പ്രിപ്പറേഷൻ നിങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് ഉൾക്കൊണ്ട് നമ്മളെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി നമ്മുടെ സെൽഫ് ഇവാലുവേഷന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടെസ്റ്റ് സീരീസ്. ടെസ്റ്റ് സീരീസ് നമ്മൾ ടോപ്പിക് വൈസ് തന്നെ അറ്റംപ്റ്റ് ചെയ്യുക, സബ്ജക്ട് വൈസ് അറ്റംപ്റ്റ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ കോഴ്സിൽ നമ്മൾ PYQ ടെസ്റ്റ് സീരീസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ വരുന്ന ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെപ്പറേറ്റ് ടെസ്റ്റ് സീരീസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷനും സെൽഫ് ഇവാലുവേഷനും അതുപോലെ തന്നെ നമ്മുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സും കംപ്ലീറ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, അത് ലോജിക് ബേസ്ഡ് ആണോ, ടൈപ്പ് ബേസ്ഡ് ആണോ, ഫോർമുല ബേസ്ഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കി മിനിമം സമയത്ത്, മിനിമം ടൈം എടുത്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റണം. ഇവിടെയാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ റാങ്ക് ബിൽഡിങ്ങും ഈ ഒരു പ്രോസസ്സിലാണ് നടക്കുക. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ പ്രാക്ടീസും അതുപോലെ തന്നെ സെൽഫ് ഇവാലുവേഷനുമാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ കൊണ്ടുള്ള ഫൈനൽ റിസൾട്ടിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നിങ്ങൾ ഓർക്കുക. ഈ സ്റ്റഡി പ്ലാനിൻ്റെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് നോട്ട് മേക്കിംഗ് ആണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് നോട്ട് മേക്കിംഗ് ആണ്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഇവൻ ഷോർട്ട് നോട്ട്. നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഷോർട്ട് നോട്ട് എന്നുള്ളത് അടിവരെ ഇട്ട് ഞാൻ പറയുന്നു.
കാരണം നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ നെറ്റിൽ ഡൗൺലോഡ് ചെയ്യുന്ന നോട്ട് നിങ്ങൾക്ക് വായിക്കാം എന്നല്ലാതെ നിങ്ങളുടെ എക്സാമിനെയോ റാങ്കിനെയോ അത് കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യില്ല. നിങ്ങൾ ഏത് ടോപ്പേഴ്സിനെ എടുത്തോളൂ, അവർക്കെല്ലാം സബ്ജക്റ്റ് വൈസ് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും, അത് ഗ്യാരണ്ടീഡ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കാരണം നമ്മൾ ഒരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കതിൽ അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അറിയാത്ത കുറേ പുതിയ കോൺസെപ്റ്റ്സ് ഉണ്ടാവും, നമ്മൾ തെറ്റിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. ഇതിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളും തെറ്റിക്കുന്ന കാര്യങ്ങളുമാണ് നിങ്ങൾ ഷോർട്ട് നോട്ട്സിൽ ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങളൊരു ക്ലാസ് കണ്ട് എഴുതുന്ന നോട്ട് ക്ലാസ് നോട്ടാണ്, അതൊരു ക്ലാസ് നോട്ടാണ്, അതിലെല്ലാം ഉണ്ടാവും. അതിൽ നിന്ന് വേണം ഒരു ക്രിസ്പ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് നിങ്ങൾ തന്നെ സ്വന്തം കൈപ്പടലിൽ എഴുതാനായിട്ട്. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതും നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു നോട്ടാണ് ടെസ്റ്റ് നോട്ട്. അതെന്താണ്? ഇതൊക്കെ ഈ ഷോർട്ട് നോട്ടും ടെസ്റ്റ് നോട്ടും ചെറിയ നോട്ടുകൾ മതി, ചെറിയ പേജസ് ഉള്ള നോട്ട്ബുക്ക് മതി. ഈ ടെസ്റ്റ് നോട്ടിൽ നിങ്ങൾ ഓരോ ടെസ്റ്റ് എഴുതുമ്പോഴും, നിങ്ങൾ ഓരോ പ്രാക്ടീസ് ടെസ്റ്റ് എഴുതുമ്പോഴും നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ്, അത് സിമ്പിൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും എഴുതി വെക്കുക. അത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയോ നിങ്ങൾ ആ ടെസ്റ്റ് നോട്ട് ഒന്ന് മറിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ സബ് കോൺഷ്യസ്ലി മനസ്സിലാവും എന്തൊക്കെ തെറ്റുകളാണ് ഞാൻ വരുത്തിയിട്ടുള്ളത്. അതൊരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്യില്ല. ആ രീതിയിൽ നിങ്ങൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും. അപ്പോൾ ഈ ഷോർട്ട് നോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡേ 1 മുതൽ തന്നെ, അതായത് ഞാൻ ഇന്നൊരു സബ്ജക്റ്റ് പഠിക്കുകയാണ്, ആ സബ്ജക്റ്റ് ഒരു ക്ലാസ് കണ്ടാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ക്ലാസ് നോട്ട് എഴുതുക. അതിൽ നിന്ന് പുതിയതായിട്ട് പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്ന് കൺഫ്യൂസിങ് ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും അതെങ്ങനെ ആണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ള ഏറ്റവും ക്രിസ്പായിട്ടുള്ള ഫോർമാറ്റ് മാത്രമേ ഷോർട്ട് നോട്ടിൽ വരാൻ പാടുള്ളൂ. ആ രീതിയിൽ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. ഈ ഷോർട്ട് നോട്ട് മാത്രമേ എക്സാം സമയത്ത് നിങ്ങൾ റിവൈസ് ചെയ്യാൻ പാടുള്ളൂ, അതിനുള്ള സമയമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഷോർട്ട് നോട്ട് എഫക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിവിഷൻ മിനിമം സമയത്ത് നടത്താൻ പറ്റും. ഷോർട്ട് നോട്ടിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതായത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലേസിൻ്റെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ചാർട്ട്സ്, റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാം ആ ചാർട്ടിൽ എഴുതി നിങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കുക. ഓരോ തവണയും ഒരു ബ്രേക്ക് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴോ നിങ്ങൾ നേരത്തെ പഠിച്ച സബ്ജക്റ്റിൻ്റെ ചാർട്ട് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഫോർമുല അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ പതിയും. ഇതെല്ലാം നമ്മുടെ റിവിഷൻ സമയത്ത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഫൈനൽ എക്സാമിന് നമ്മൾ മറന്നുപോകുമെന്ന് വിചാരിക്കുന്ന ഫോർമുലാസ് പോലും നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ്, നമ്മളുടെ റാങ്ക് ഹോൾഡേഴ്സ് ഫോളോ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസാണ്. അതുകൊണ്ട് ഡേ 1 മുതൽ തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട്സും ചാർട്ട്സും പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അത് സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി ഒട്ടിക്കുക. വേറൊരാളുടെ ഷോർട്ട് നോട്ടോ ചാർട്ടോ നിങ്ങൾക്ക് കാര്യമായൊരു റിസൾട്ട് തരില്ല. ആ കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്യാനും അത് സ്റ്റാർട്ട് ചെയ്യാനും അത് വെച്ച് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും റിവിഷൻ പ്ലാൻ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുക. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റൂട്ടീൻ നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് അടുത്ത ഒരു 6, 7, 8 മാസം നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സ്വയം തയ്യാറാവുക. ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കുക. ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ളത് പോലെ ക്വാളിറ്റി ഓഫ് പ്രിപ്പറേഷൻ റിയലി മാറ്റേഴ്സ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മുടെ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമായി അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ 2 ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പവർ ബാച്ച്, ഡിഗ്രി ലെവൽ ഇലക്ട്രിക്കൽ ലോങ് ടേം ബാച്ചാണ് രണ്ടാമത്തത്. ഇനി ഈ 2 ബാച്ചസിൻ്റെയും പ്രത്യേകതകൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ആദ്യമായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പവർ ബാച്ച് എന്ന് പറയുന്നത് AEI എക്സാമിന് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ചാണ്. അതിൽ നമ്മൾ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് AEI 2025 എക്സാം വരെ ആയിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ ഏകദേശം 500 hours ഓഫ് കണ്ടന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ 150+ പ്രാക്ടീസ് ടെസ്റ്റുകളും ഉണ്ടാവും. ഈ ടെസ്റ്റുകളിൽ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോഴ്സ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ് ടു AEI എക്സാം ആയിരിക്കും. ഇനി അടുത്തത് ഡിഗ്രി ലെവൽ ഇലക്ട്രിക്കൽ ലോങ് ടേം ബാച്ചാണ്. ഇതിൻ്റെയും ക്ലാസ് അവേഴ്സ് എന്ന് പറയുന്നത് 500+ hours ആയിരിക്കും. 150+ എക്സാംസ് ഉണ്ടാവും. അതും ഈ പറയുന്ന പോലെ വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ 500 days ആയിരിക്കും. ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ കേരള PSC നടത്തിയിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിൻ്റെ സിലബസ് ആയിരിക്കും. അതായത് കാറ്റഗറി നമ്പർ
070/2024, 126/2024, 439 അതായത് KCB AE ഈ സിലബസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കോഴ്സിൻ്റെ സിലബസ് അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിലബസ് വ്യക്തമായി കോഴ്സിൻ്റെ ബ്രൗഷറിലും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ആ ബ്രൗഷർ ഒന്ന് കണ്ടിട്ട് മാത്രം ജോയിൻ ചെയ്യുക. ഇനി ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ബാച്ചിൽ നമ്മൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സിലബസ് കവറേജ് ഫ്രീ ആഡ് ഓൺ ആയി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നമ്മുടെ സിലബസിൽ പുതിയ ആഡ് ഓൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബാച്ചിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ബാച്ചിൽ ഉള്ളതുപോലെ തന്നെ സിലബസ് ആഡ് ഓൺ ഈ ബാച്ചിലും ഫ്രീ ആഡ് ഓൺ ആയി തന്നെ ഉണ്ടാവും. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം, എങ്ങനെയാണ് നമ്മൾ ഈ ബാച്ചസിൽ ക്ലാസ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കുക, സിലബസ് പ്രകാരം ഉള്ള ടോപ്പിക്സിനെ മോഡ്യൂൾ വൈസായി തിരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഒരു സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഇലക്ട്രിക് സർക്യൂട്ട്, മാഗ്നറ്റിസം, ഇലക്ട്രിക്കൽ മെഷീൻസ്, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, അതുപോലെ തന്നെ ഡിജിറ്റൽ സർക്യൂട്ട്സ്, മൈക്രോ പ്രോസസ്സേഴ്സ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ഡിസൈൻ ആൻഡ് വയറിംഗ്, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക് പവർ. ഇതിലെപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് വീണ്ടും സബ് ഫോൾഡേഴ്സ് ഉണ്ടാവും. കാരണം നമ്മുടെ ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയും സബ് ടോപ്പിക് വൈസും നമ്മൾ ഫോൾഡേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ക്ലാസിൻ്റെ ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ ടെസ്റ്റ് സീരീസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, 150+ എക്സാംസ് നമ്മുടെ ഉണ്ടാവും. അത് നമ്മൾ 85ഓളം സബ്ജക്ട് ടെസ്റ്റുകൾ, 35ഓളം പാർട്ട് ടെസ്റ്റ്, PYQ സീരീസ് ഉൾപ്പെട്ടിട്ടുള്ള 15ഓളം ടെസ്റ്റുകൾ, 15ഓളം മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മുടെ ലേറ്റസ്റ്റ് കേരള PSCയുടെ പാറ്റേൺ അനുസരിച്ച് അപ്ഗ്രേഡഡ് ആൻഡ് റിവൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ടെസ്റ്റുകൾ നമ്മൾ റാൻഡമായിട്ട് നിങ്ങൾക്ക് തരികയല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്ട് വൈസ് ടെസ്റ്റ് ആയിട്ടും പാർട്ട് ടെസ്റ്റ് ആയിട്ടും മോക്ക് ടെസ്റ്റ് ആയിട്ടും അഡ്വാൻസ് ലെവൽ സബ്ജക്ട് ടെസ്റ്റുമായിട്ടൊക്കെ അറേഞ്ച് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഈ ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കുക. അതുപോലെ തന്നെ ഈ ടെസ്റ്റുകളുടെയും ക്ലാസ്സുകളും നിങ്ങൾ കാണേണ്ട ഷെഡ്യൂളും നമ്മളൊരു PDF ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിൽ ബി ഫോളോയിങ് എ പ്രോഗ്രസീവ് ലേണിംഗ് അപ്രോച്ച്. ഈ പ്രോഗ്രസീവ് ലേണിംഗ് അപ്രോച്ച് എന്നാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വ്യക്തമായ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഷെഡ്യൂളായിരിക്കും. ഇതിൽ ഓരോ വീക്കിലും നമ്മൾ മൊത്തം ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളിത് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഷെഡ്യൂളും കൂടി തരുന്നുണ്ടാവും. ഈ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാം. വീക്ക് 1 നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് നമ്മൾ ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വീക്ക് 1 എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ ഇത്രയും ക്ലാസ്സസ് കണ്ടു തീർക്കുക, ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുക. ഇനി അതിനോടൊപ്പം അതാത് സാറ്റർഡേയിൽ ഓരോ വീക്കിലുള്ള സാറ്റർഡേ ഒരു സെൽഫ് റിവിഷന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക. അതായത് ആ വീക്കിൽ കണ്ട ക്ലാസ്സുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പെൻഡിങ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കാണാനായിട്ട് നിങ്ങൾ സാറ്റർഡേ യൂട്ടിലൈസ് ചെയ്യുക. സൺഡേസ് നമ്മുടെ ടെസ്റ്റ് ഷെഡ്യൂൾ പ്രകാരമുള്ള ടെസ്റ്റുകൾ ഈ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. പ്രാക്ടീസ് ടെസ്റ്റുകൾ എഴുതുക, അതിൻ്റെ പേരും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടൊരു ടെസ്റ്റ് ഷെഡ്യൂൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇത് ഓരോ വീക്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇവിടെ ഞാൻ വീക്ക് 5 വരെ ഉള്ളത് കാണിച്ചിട്ടുണ്ട്. ഓരോ വീക്കിലുമുള്ള വീക്ക് ഡേയ്സിൽ നിങ്ങൾ കണ്ടു തീർക്കുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ നിങ്ങൾ എന്ന് എഴുതുക, സാറ്റർഡേ സൺഡേ ആയിട്ട് എഴുതുക. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളും ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ 0 പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനൊരു ഷെഡ്യൂൾ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ആ നിങ്ങളുടെ സിലബസ് കംപ്ലീഷൻ ഒരു ട്രാക്കിൽ കൊണ്ടുവരാനും മിനിമം സമയത്ത് ഇത് തീർക്കാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനനുസരിച്ചാണ് ഈ ഷെഡ്യൂൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടെസ്റ്റുകളുടെയും ഒരു ഡീറ്റെയിൽഡ് ടെസ്റ്റ് ഷെഡ്യൂൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വീക്ക് 1, വീക്ക് 2, വീക്ക് 3 നിങ്ങൾ ആ ക്ലാസ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ഏതൊക്കെ എക്സാംസ് ആണ്, അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഡ്യൂറേഷൻ എന്നീ അതുപോലെ തന്നെ ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ളൊരു ടെസ്റ്റ് ഷെഡ്യൂളും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ക്ലാസ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇതേ ഷെഡ്യൂളിലുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ഇതൊരു പ്രോഗ്രസീവ് ലേണിംഗ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഷെഡ്യൂളും ടെസ്റ്റ് ഷെഡ്യൂളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി റാൻഡമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കേണ്ട, നിങ്ങൾക്ക് ചില സബ്ജക്ട്സാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതെങ്കിൽ അത് വെച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും കോഴ്സ് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിലുള്ള കോഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഏറെക്കുറെ 130ഓളം ടെസ്റ്റുകൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 150ഓളം ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ബാക്കി ടെസ്റ്റുകളൊക്കെ ഇനി വഴിയായിരിക്കും ആഡ് ചെയ്ത് വരിക. അപ്പോൾ ആ ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകളും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം, കണ്ട് മുന്നോട്ട് പോകാം. ഇത് ഞാൻ ഈ പറഞ്ഞത് ഈ ഷെഡ്യൂൾ എല്ലാം തന്നെ എന്താണ് 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക്
അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ വെച്ച് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ക്ലാസ് ഷെഡ്യൂളും ടെസ്റ്റ് ഷെഡ്യൂളും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചും സ്റ്റഡി പ്ലാനിനെ കുറിച്ചും ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.